ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ SCERT സീരീസിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു ലെങ്തി ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങളും. കേരളം ഒരു ഭ്രാന്താലയം. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞൊരു വിഡ്ഢിത്തം ഇതിനു മുൻപ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. ഇങ്ങനെ സ്വാമി വിവേകാനന്ദൻ ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥയെപ്പറ്റി ഒരു പ്രസ്താവന 1897 മദ്രാശിയിൽ വെച്ച് നടത്തുകയുണ്ടായി. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം അക്കാലത്ത് കേരളത്തിൽ ശക്തമായിരുന്നു. താഴ്ന്ന ജാതിക്കാരെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി കണക്കാക്കിയിരുന്നത്. ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവി തീരുമാനിച്ചിരുന്നത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരവും പാശ്ചാത്യ ആശയങ്ങളോടുള്ള സമ്പർക്കവും മൂലം ജാതി വ്യവസ്ഥിതിയുടെയും അന്ധവിശ്വാസങ്ങളുടെയും യുക്തിരാഹിത്യം കേരളീയർക്ക് ബോധ്യമായി. സമൂഹത്തിലെ അസമത്വങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുന്നതിനു വേണ്ടി പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. നവോത്ഥാനം എന്ന ഭാഗത്തെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ഒരു ടേബിളിൽ നിന്നാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ടേബിളിൽ സാമൂഹിക പരിഷ്കർത്താക്കളെയും അവരുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളുമാണ് പരാമർശിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചു. വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് സമത്വ സമാജം. ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവിയോ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നു. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാ? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. സഹോദരൻ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. പണ്ഡിറ്റ് KP കറുപ്പൻ ആരേയ സമാജം സ്ഥാപിച്ചു. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷ ദേവസഭ. അപ്പോൾ ഓരോ സാമൂഹിക പരിഷ്കർത്താക്കളും അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. എല്ലാം പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ നിർബന്ധകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത്രയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം മിനിമം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് പ്രചോദനമേകി. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ പോരാട്ടം നടത്തി. 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്രം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി. ഏത് രാജാവാണ് അന്നുണ്ടായിരുന്നത്? ഉത്രം തിരുനാൾ മഹാരാജാവ്. എന്നാണ്? 1859 അവർക്ക് ചാന്നാർ സ്ത്രീകൾക്ക് ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ലഭിക്കുന്നത്. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചു. അപ്പം അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് എന്നാണ്? 1888. ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യാനുള്ള അവകാശം അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടി നേടിയെടുക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. ഓർത്തിരിക്കുക, ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഗുരു ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനാശാലകളും സ്ഥാപിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. അങ്ങനെ പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചുകൂട്ടി. ഇത് അതേപോലെ 10th ലെവലിൽ ചോദിച്ചിരുന്നു. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പ്രഖ്യാപിച്ച് ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചു കൂട്ടിയത് ആരാണ് എന്ന് ചോദ്യം വന്നിരുന്നു. ശ്രീനാരായണ ഗുരുവാണ് ഇങ്ങനെ പറഞ്ഞത്. ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിലും സർവ്വമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം.
1924 വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ് 1924. ടി.കെ. മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. ആലോചിക്കണം, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇവിടെ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ടി.കെ. മാധവൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. ആരാണ് അനുഭാവം പ്രകടിപ്പിച്ചത്? മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. ഈ സമരത്തെ തുടർന്ന് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചത്. ഇവിടെ ക്ഷേത്രപ്രവേശനമല്ലായിരുന്നു ലക്ഷ്യം, മറിച്ച് എന്താണ്, ആ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാനെങ്കിലും ഉള്ള സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ. കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നുണ്ട് എന്നാണ് 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. അവിടെ ക്ഷേത്രപ്രവേശനമായിരുന്നു ലക്ഷ്യം. എ.കെ. ഗോപാലനായിരുന്നു സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ.കെ. ഗോപാലനായിരുന്നു. സത്യാഗ്രഹത്തിൽ പി. കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായി മർദ്ദനമേൽക്കുന്നുണ്ട്. ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഓർത്തിരിക്കുക, 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് പുറപ്പെടുവിക്കുന്നത്. തുടർന്ന് മദിരാശി ക്ഷേത്രപ്രവേശന വിളംബരപ്രകാരം മലബാറിലും കൊച്ചി രാജാവിൻ്റെ വിളംബരപ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ ആദ്യം ഈ പ്രഖ്യാപനം വന്നത് തിരുവിതാംകൂറിലാണ്, 1936 നവംബർ 12. ഈ വരികൾ ഓർത്തിരിക്കുക. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ 2 കൃതികളാണ് ദൈവദശകവും ആത്മോപദേശ ശതകവും. ഈ വരികൾ അതുപോലെ തന്നിട്ട് 10th പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏത് കൃതിയിലേതാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിയിൽ നിന്നുള്ള വരികളാണിതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ശ്രീനാരായണ ഗുരു 100 വർഷം മുമ്പ് രചിച്ച പ്രാർത്ഥനാഗീതമായ ദൈവദശകത്തിൽ നിന്നുള്ള വരികളാണിവ. ഒന്നുകൂടി ഞാൻ പറയാം. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ദൈവദശകത്തിൽ നിന്നുള്ളതാണ്. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ആത്മോപദേശ ശതകത്തിലെ 24ാമത്തെ ശ്ലോകമാണിത്. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം കൈവന്നിരുന്നില്ല. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡൻറ്റുമാരുടെ പരോക്ഷമായ ഭരണമായിരുന്നു നടത്തിയിരുന്നത്. അതിനാൽ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല. മലബാർ 1ാം ലോകയുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബെസൻറ്റിൻ്റെ അധ്യക്ഷതയിൽ പാലക്കാട്ട് വെച്ച് നടന്നു. കെ.പി. കേശവമേനോൻ, കെ.പി. രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, കെ. മാധവൻ നായർ, ഇ. മൊയ്തു മൗലവി, എം.പി. നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. 1916 ആനി ബെസൻറ്റിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട്ട് വെച്ച് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടക്കുന്നുണ്ട്. നേതാക്കൾ ആരൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടു. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സമരങ്ങളെ പൊതുവെ മലബാർ കലാപം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 1921 മലബാർ കലാപം ഉണ്ടാകുന്നത്. 1930കളിൽ നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി. കെ. കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടും ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. വിദേശ വസ്തു ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങുകളും ഖാദി പ്രചരണവും നിയമലംഘനത്തിൻ്റെ ഭാഗമായി നടന്നു. അപ്പോൾ മലബാറിൽ
ആരാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? കെ കേളപ്പൻ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹ്മാൻ കോഴിക്കോട്ടും നേതൃത്വം നൽകുന്നുണ്ട്. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപപ്പെട്ടു. EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ജന്മിത്തത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുമെതിരെ സമരസജ്ജരാക്കി. കയ്യൂർ, മൊറാഴ, കരിവള്ളൂർ എന്നിവിടങ്ങളിൽ കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലിഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ മലബാറിലുണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്. ഫറോക്ക് പാലം തകർക്കാൻ KB മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്തു. കീഴരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ട് നടന്നതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നതാണ്. KB മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇതിന് ഗൂഢാലോചന നടന്നത്. പൂക്കോട്ടൂർ യുദ്ധം. നിസ്സഹകരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിച്ചത്. 3000-ലധികം ആളുകൾ പങ്കെടുത്ത കലാപം അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറെ പ്രയാസപ്പെട്ടു. യുദ്ധത്തിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെട്ടു. ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ C ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ചു. അപ്പോൾ INCയുടെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളിയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം 1897 അമരാവതി സമ്മേളനത്തിലാണ് പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുള്ളത്. ഗാന്ധിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെതാണ്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോട് കൂടിയാണ്. മലയാളി മെമ്മോറിയലിൻ്റെ വർഷം ഏതാണ്? 1891. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. ഇത് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെട്ടു. 1896 ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയലും മഹാരാജാവിന് സമർപ്പിച്ചു. 1891 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. 1896 ഡോക്ടർ പൽപ്പു സമർപ്പിച്ചത് എന്താണ്? ഈഴവ മെമ്മോറിയൽ. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിൻ്റെ പേരിൽ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു. തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നു. ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ സമരം നടന്നത്. 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നതെന്ന് ആലോചിക്കണം. അത് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതും ഓർത്തിരിക്കുക. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാവാൻ തുടങ്ങി. സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊള്ളുന്നുണ്ട്. ആരാണ് പ്രസിഡൻ്റായിരുന്നത്? പട്ടം താണുപിള്ളയായിരുന്നു. അതുപോലെ തന്നെ 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയായിരുന്നു പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പുന്നപ്ര വയലാർ സമരത്തെ പറ്റി ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചെറിയ ബോക്സാണിത്. അതേപോലെ തന്നെ K രാമകൃഷ്ണപിള്ളയുടെ ഒരു കുറിപ്പും ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. PDF ഷെയർ ചെയ്യാം. കൊച്ചി.
ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തോടെയാണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനെതിരായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. ഇലക്ട്രിസിറ്റി സമരം എന്നാണ് നടന്നത്? 1936. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം നടക്കുന്ന സമയത്തെ ദിവാൻ ആരായിരുന്നു എന്നുള്ളത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴും 10th ലെവലിന് ചോദിച്ചു. ഷൺമുഖം ചെട്ടിയായിരുന്നു. അദ്ദേഹം വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെയാണ് ഈ സമരം നടക്കുന്നത്. തിരുവിതാംകൂറിലെ പോലെ കൊച്ചിയിൽ പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നില്ല. 1941 എസ് നീലകണ്ഠ അയ്യർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം രാഷ്ട്രീയ സമരങ്ങൾ ശക്തിപ്പെട്ടു വന്നു. 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമാകുന്നുണ്ട്. ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? എസ് നീലകണ്ഠ അയ്യരും വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനുമായിരുന്നു. ഈ ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, കെ അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ആരൊക്കെയാണ്? ഈ ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, കെ അയ്യപ്പൻ. വർക്കല ക്ഷേത്ര മൈതാനത്ത് വെച്ചുകൂടിയ സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ മിസ് ആനി മസ്ക്രീൻ ചെയ്തൊരു പ്രസംഗത്തിൻ്റെ ഭാഗവും കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും കേരളമൊട്ടാകെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അവരുടെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം എന്നിവ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. 1931 കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു. അത് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനമായാണ് അറിയപ്പെട്ടിരുന്നത് എന്നാണ് 1931 കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തോടനുബന്ധിച്ച് ചേർന്നതാണ് ആദ്യത്തെ മഹിളാ സമ്മേളനം. മലബാറിൽ എ വി കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. എ വി കുട്ടിമാളു അമ്മ, അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ. നമ്മൾ കേട്ടിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഗാന്ധിജിക്ക് ഹരിജനോദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് സംഭാവനയായിട്ട് അദ്ദേഹം സ്ത്രീജനങ്ങളോട് ആഭരണം ആവശ്യപ്പെടുമ്പോൾ ഒരു പെൺകുട്ടി ആഭരണം, കൗമുദി എന്ന് പേരുള്ള ഒരു പെൺകുട്ടി ആഭരണം അഴിച്ചു കൊടുത്ത് ഒരു കഥ, ഒരു നടന്ന സംഭവമാണ്. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ളൊരു ഒരു ബോക്സാണിത്. ഐക്യ കേരളത്തിലേക്ക്. ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണമേഖലകളായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. നോക്കൂ, 1920 നാഗ്പൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ, കോൺഗ്രസിൻ്റെ പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് തീരുമാനമുയർന്നു വരുന്നത്. പിന്നീട് എന്ത് നടക്കുന്നുണ്ട്? 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്നുണ്ട്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളം ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. ഈ പ്രമേയം അപ്പോൾ എവിടെയാണ് വരുന്നത്? പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ. ആരായിരുന്നു അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1947 കേളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വതന്ത്ര പ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി. ഇതേ തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വരുന്നത് എന്നാണ്? 1949 ജൂലൈ 1 ഇതും ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ 1.25 കോടി മലയാളികൾ എന്നത് EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗ്രന്ഥമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ രൂപീകരിച്ചു. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. നമുക്കറിയാം 14 സംസ്ഥാനങ്ങളായിരുന്നു രൂപീകൃതമാവുന്നത്. അതിലൊന്ന് കേരളമായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന
തൊവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹൊസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഏതൊക്കെ താലൂക്കുകളാണ് വിട്ടുകൊടുത്തത്? തൊവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹൊസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഐക്യ കേരള പ്രതിജ്ഞയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, NV കൃഷ്ണവാര്യരുടെ. അപ്പം ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്തേക്കാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ യൂറോപ്യന്മാരുടെ വരവും അതുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളും പറഞ്ഞു. പിന്നീട് നമ്മുടെ നാട്ടുരാജാക്കന്മാരും ദിവാന്മാരും ഒക്കെ എങ്ങനെയാണ് ചെറുത്തുനിൽപ്പുകൾ നടത്തിയതെന്ന് പറഞ്ഞു. സാമ്പത്തിക മാറ്റങ്ങൾ, കേരളം എങ്ങനെയാണ് ആഗോള കമ്പോളത്തിൻ്റെ ഭാഗമാകുന്നത് എന്ന് പറഞ്ഞു. സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ ഉണ്ടായിരുന്ന നവോത്ഥാനവും വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ പറഞ്ഞു. അതേപോലെ ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടും കേരളത്തിൽ ഏത് രീതിയിലാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ വളർന്നത് അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചു.